ഇനി തിരുവനന്തപുരത്തേക്കാണ്. കവടിയാർ കൊട്ടാരത്തിലെ കവർച്ചയിൽ അന്വേഷണം കേരളത്തിന് പുറത്തേക്ക്. ചെന്നൈ, ബംഗളൂരു നഗരങ്ങളിലെ പൗരാണിക ആഭരണങ്ങൾ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കേന്ദ്രീകരിച്ചാകും അന്വേഷണം. ഇവർ സമീപകാലത്ത് കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്നതിലും അന്വേഷണമുണ്ടാകും. സ്ഥിരം യൂട്യൂബർമാരും സന്ദർശകരും നിരീക്ഷണത്തിലാണ്. വിവരങ്ങളുമായി MS വീണ ചേരുന്നു. വീണ, നമുക്കറിയാം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഒരു കവർച്ചയുടെ വിവരം പുറത്തു വന്നത്. ഇപ്പോൾ ആ കവർച്ചയുടെ അല്ലെങ്കിൽ ആ ഒരു കേസിന്റെ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് നീളുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 2 കോടിയിലധികം രൂപ വരുന്ന വജ്രാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളുമൊക്കെയാണ് കാണാതായത്. ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൽ, ഈ നവംബർ അതുപോലെ തന്നെ ഒക്ടോബർ മാസങ്ങളിലാണ് ഈ ഒരു മോഷണം നടന്നത്. കൃത്യമായി പറഞ്ഞാൽ 4.5 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മോഷണം. അത് പിന്നീട് പോലീസിൽ പരാതിയായി എത്തുന്നു. അന്വേഷണം ആരംഭിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്നാകുമ്പോൾ ഒരാഴ്ചയാകുന്നു. അന്വേഷണം ഇടയ്ക്ക് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ആഭരണങ്ങൾ കേരളത്തിന് പുറത്തേക്ക് കടത്തു എന്നുള്ള ഒരു സംശയം ബലപ്പെട്ട സാഹചര്യത്തിലാണ് ഈ അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് കടക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പൗരാണിക ആഭരണങ്ങൾ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ചെന്നൈ, ബംഗളൂരു നഗരങ്ങളെ കേന്ദ്രീകരിച്ചാകും അന്വേഷണം നടത്തുക എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണ വ്യാപാരികളെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇത്തരത്തിലുള്ള വ്യാപാരികൾ അല്ലെങ്കിൽ ഇടനിലക്കാർ കേരളത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ എത്തിയിരുന്നോ, സമാനമായ മോഷണങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ കൂടി തേടുകയാണ്. കാരണം നമുക്കറിയാം, കവടിയാർ കൊട്ടാരത്തെ സംബന്ധിച്ചിടത്തോളം പൗരാണികമായി പ്രാധാന്യമുള്ള, പരമ്പരാഗതമായി കൈമാറി വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വൈഡൂര്യങ്ങൾ അതുപോലെ തന്നെ രത്നങ്ങൾ പതിപ്പിച്ച ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഏകദേശ മൂല്യം മാത്രമേ നമുക്ക് 2 കോടിയായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ അതിന്റെ ഒരു മൂല്യം വർദ്ധിക്കും, അല്ലെങ്കിൽ ആ വിലയിൽ കൂടുതൽ വർധന ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി കഴിഞ്ഞ ഞായറാഴ്ചയാണ് അന്വേഷണം ആരംഭിക്കുന്നത്. മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ, അതായത് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കൊട്ടാരത്തിൽ വന്നുപോയവരുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. മാത്രമല്ല, കൊട്ടാരത്തിൽ പരിശോധന നടത്തിയിരുന്നു. ആദ്യഘട്ടങ്ങളിൽ അന്വേഷണം ഉണ്ടായിരുന്നത് ഈ കൊട്ടാരത്തെ കുറിച്ച് നല്ല ധാരണയുള്ളൊരു മോഷ്ടാവാകാം ഇതിന് പിന്നിലെന്നുള്ളതായിരുന്നു. അതായത് 2ാമത്തെ നിലയിലെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന അലമാരയ്ക്ക്, ഇരുമ്പ് അലമാരയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ, അതും ലോക്കറിന്റെ ഒരു ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായി, പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും രേഖാമൂലം പരാതി നൽകാതെ തന്നെ രഹസ്യ സ്വഭാവത്തോടുകൂടി അന്വേഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് കൊട്ടാരത്തിലെ അംഗങ്ങൾ ചോദിച്ചിരുന്നത്. തുടർന്ന് അതിന് സാധിക്കില്ല എന്ന് മനസ്സിലായതോടെയും ആ അന്വേഷണത്തിൽ തെളിവുകൾ കിട്ടാതായതോടും കൂടിയാണ് രേഖാമൂലം പരാതി നൽകി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ രാജകുടുംബാംഗങ്ങൾ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ സംശയാസ്പദമായി ആരെയും കണ്ടെത്താനാകാത്ത ഒരു സാഹചര്യമുണ്ട്. CCTV ദൃശ്യങ്ങളിലൊക്കെ പരിശോധിച്ചുവെങ്കിൽ പോലും പ്രതിയെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് സ്വർണം എവിടെ പോയി, അല്ലെങ്കിൽ ഈ ആഭരണങ്ങൾ കേരളം കടന്നേക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ള സാഹചര്യത്തിലാണ് കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം നീങ്ങുവാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടായിരിക്കുന്നത്. അമൽ, വ്യക്തമാണ്. കവടിയാർ കൊട്ടാരത്തിലെ കവർച്ചയിൽ അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് എന്ന വാർത്തയാണ് വരുന്നത്. ചെന്നൈ, ബംഗളൂരു നഗരങ്ങളിലെ പൗരാണിക ആഭരണങ്ങൾ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കേന്ദ്രീകരിച്ചാകും അന്വേഷണം. ഇവർ സമീപകാലത്ത് കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്നതിലും അന്വേഷണമുണ്ടാകും. വിവരം നൽകുകയായിരുന്നു MS വീണ.